ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് തുടങ്ങിയിരിക്കുകയാണ്. ബിഗ് ബോസ് അല്ല, ബിഗ് ബോസിൻ്റെ അഗ്നിപരീക്ഷ. നമ്മുടെ 3 ജഡ്ജസ് വന്നു, അവതാരികയായിട്ട് റിനീഷ വന്നു. ഞാൻ ആ ലാലേട്ടിനെ ഒരുപാട് മിസ് ചെയ്തു കേട്ടോ. എനിക്കിതൊരു ബിഗ് ബോസ് ഷോ ആയിട്ട് തോന്നിയില്ല, സാധാ ഒരു നോർമൽ റിയാലിറ്റി ഷോ പോലെ തോന്നി. എന്തായാലും ബിഗ് ബോസിൻ്റെ ഒരു ഭാഗമാണല്ലോ, അപ്പോൾ കണ്ടേക്കാന്നും തോന്നി. ശരി, ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, ടാസ്കിലേക്ക് കിടക്കാം. 3 ജഡ്ജസിനെയും ഇൻവൈറ്റ് ചെയ്തു, അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർ തമ്മിലുള്ള കുറച്ച് ട്രോളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരത്തിനൊക്കെ ശേഷം നമ്മുടെ ടാസ്ക് തുടങ്ങി. ഫസ്റ്റ് ടാസ്ക് 40 പേരുടെ ടാസ്ക്കായിരുന്നു. 40 പേരിൽ 20 പേരാണ് നെക്സ്റ്റ് ലെവലിലോട്ട് ചൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ടാസ്ക് എന്താണെന്ന് നോക്കാം. ഒരു റിങ് പോലത്തെ ഒരു സംഭവത്തിന് മുകളിൽ കുറേ കീസും കുറേ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കെട്ടി തൂക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഈ ബസർ സൗണ്ട് കേൾക്കുമ്പോൾ ഇവരെല്ലാവരും പോയിട്ട് അതിന് ആപ്റ്റായിട്ടുള്ള കീസ് എടുത്തിട്ട് ഇതിൽ ലോക്ക് കുറച്ച് അപ്പുറത്ത് മാറിയിട്ട് ലോക്കും ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ക്ലൂസും ഇതൊക്കെ എടുത്തിട്ട് ലോക്ക് അൺലോക്ക് ചെയ്യലാണ് ഇവരുടെ ഫസ്റ്റ് ടാസ്ക്. അങ്ങനെ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ 19 ആൾക്കാരുടെയും കഴിഞ്ഞു, കറക്റ്റ് നിരയിൽ വന്നു നിന്നു. 20th പേഴ്സൻ്റെ അവിടെ ചെറിയൊരു അടി നടന്നു. ബാക്കി ആർക്കും കിട്ടിയില്ല. കിട്ടാത്തവരോട് മാറി നിൽക്കാൻ പറഞ്ഞു, മാറി നിന്നു. ലാസ്റ്റ് ഒരാൾ വന്നു. അവൻ ഒരു ബോയും ഒരു ഗേളും, ഞാൻ പേരൊന്നും ഇപ്പോൾ പറയുന്നില്ല, ഞാനും പതിയെ പഠിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഇവളുടെ കയ്യിൽ 2 കാർഡുണ്ട്, ക്വസ്റ്റ്യനും ഉണ്ട്, ക്ലൂ കാർഡും ഉണ്ട്. ഈ പയ്യൻ്റെ കയ്യിൽ കീ മാത്രമേ ഉള്ളൂ. അപ്പോൾ കീ ഇവളുടെ കയ്യിൽ നിന്ന് ഇവൻ തട്ടിപ്പറിച്ച് വാങ്ങിച്ചതാണ്. ഈ പെൺകുട്ടി അപ്പോൾ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട്, ഇത് എനിക്ക് ഡിസേർവിങ് ആണ്, ഞാനിതിലുണ്ടാവും എന്ന് പറഞ്ഞ് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ ഇവനെ വിശ്വസിച്ച് പോയി എന്നൊക്കെ പറഞ്ഞൊരു ആർഗ്യുമെൻറ്റ് ചെറുതായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റിനീഷ് അതിൽ തന്ത്രപരമായിട്ട് ഇടപെട്ടു. അവൻ്റെ അടുത്ത് മാറി നിൽക്കാൻ പറഞ്ഞു. ഇവൾക്കൊരു ചാൻസ് കൂടി കൊടുക്കാമെന്ന് പറഞ്ഞു. ക്വസ്റ്റ്യൻ ആൻസറും നോക്കിയപ്പോൾ ക്ലൂ കാർഡും ഇതും എല്ലാം സെറ്റായി. അങ്ങനെ അവൾക്കൊരു അവസരം കൂടി കൊടുത്തു. അവൾ 20th പേഴ്സണായി. അവരെല്ലാവരും വിന്നായി. ബാക്കിയുള്ളവരെ അവിടെ നിർത്തി, സ്റ്റോപ്പ് ചെയ്തു. അവരുടെ കാര്യം എന്താണെന്ന് എപ്പിസോഡിൻ്റെ ലാസ്റ്റിലാണ് അവർ പറയുന്നത്. ഇന്നായ എല്ലാവരും ജഡ്ജസിൻ്റെ അവിടെ പോയി നിൽക്കുകയും ഇവിടുന്ന് 3 ജഡ്ജസിനും ഈ 20th ആൾക്കാരെ 7 ആൾക്കാരായിട്ട് ഭാഗം ചെയ്തു കൊടുത്തു. അപ്പോൾ ജഡ്ജസ് തന്നെയാണ് ഇവർക്ക് വേണ്ട ആൾക്കാരെ ചൂസ് ചെയ്തത്. ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടും രഞ്ജിനിയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആയുള്ളവരുണ്ടോ, മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടോ, അങ്ങനെയുള്ള ഓരോ രീതിയിലുള്ള ആൾക്കാരെ അങ്ങനെ ചൂസ് ചെയ്തു റാൻഡംലി. നമ്മുടെ റിയാസ് സലീം ആണെങ്കിലും ജസ്റ്റ് ഡയറക്റ്റ് കോൾ ചെയ്യുക ചെയ്തത്. അഖിൽമാരാരാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, എൻ്റെ പൊളിറ്റിക്സ് ഇഷ്ടമില്ലാത്ത ആരായിരുന്നു, എൻ്റെ ബിഗ് ബോസിൽ എൻ്റെ എതിരായിട്ട് മത്സരിക്കണം തോന്നിയത് ആരാണ്, അങ്ങനെയുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റ് നമ്മുടെ റിയാസ് സലീമിൻ്റെ ടീമായിരുന്നു ഗെയിം കളിക്കേണ്ടത്. അവർക്കൊരു ഗെയിം എന്താ വെച്ചാൽ നമ്മുടെ പിരമിഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ക്ലാസ് വെച്ചിട്ട് അത് റിവേഴ്സ് ഓർഡറിൽ ഫസ്റ്റ്, പിന്നെ 2 എണ്ണം, 3 എണ്ണം, അങ്ങനത്തെ രീതിയിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പയ്യൻ, എനിക്ക് തോന്നുന്നു അവൻ്റെ പേര് പ്രണവ് എന്നാണെന്ന്, ഞാനും പേര് പഠിച്ചു വരുന്നേ ഉള്ളൂ കേട്ടോ. പ്രണവിൻ്റെ ഇത് ഇങ്ങനെ കഴിയാനായപ്പോൾ രഞ്ജന ഹരിദാസ് പറഞ്ഞു, ഓ പ്രണവിൻ്റെ കഴിയാറായാലോ അടിപൊളി എന്ന് പറഞ്ഞ് നാക്ക് വായിലെടുത്തിട്ടുള്ളൂ. അപ്പോഴേക്കും എന്ത് ചെയ്തു, അവൻ്റെ എല്ലാം താഴെ വീണു. അങ്ങനെ വീണ്ടും ഇതാക്കി വെച്ചു. അങ്ങനെ ആ ഗെയിമിൽ വിന്നറായത് പ്രണവ് തന്നെയാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇതിൽ വിന്നറാവുന്നവർക്ക് ഒരു പെൻറ്റഗൺ ഷേപ്പിലുള്ള ഇൻഫിനിറ്റി ഷേപ്പിലുള്ള ഒരു പെൻഡൻറ്റ് പ്ലസ് ഒരു ചെയിൻ അവർക്ക് കൊടുക്കും. അങ്ങനെ അപ്പോൾ ഈ 7 പേരിൽ 3 പേരെ സെലക്ട് ചെയ്യുള്ളൂ ഹൗസിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ളത്. 4 പേരെ ഔട്ടാക്കിയിട്ടില്ല. ബട്ട് അതിന് അവരൊരു ആ സെഗ്മെൻറ്റിന് അവരൊരു പേരിട്ടു, ഔട്ട് ഹൗസ് എന്ന്. അങ്ങനെ അവർക്കെല്ലാവർക്കും ഒരു റെഡ് ബാൻഡും കൊടുത്തു. അങ്ങനെ സെക്കൻഡ് ടീം നമ്മുടെ പെൺപട. വേറൊരു കാര്യം, രഞ്ജിനി ഹരിദാസിൻ്റെ ടീം എല്ലാവരും ബോയ്സ് ആരുമില്ല, പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് രഞ്ജിനി ഹരിദാസ് ഭയങ്കര ഇതിൽ പറയുവാണ് പെൺപടയുടെ ടീമിന് കൊടുത്തത്. പെൺപടയുടെ ഗെയിം കുളങ്കര സ്റ്റൈൽ ഒരു ഗെയിമായിരുന്നു. കുളം അതായത് അഖിൽ എന്ന് പറയുമ്പോൾ ഇന്നും, റിനീഷ പറയുമ്പോൾ ഔട്ട്, റിയാസ് പറയുമ്പോൾ ലെഫ്റ്റ്, രഞ്ജിനി പറയുമ്പോൾ റൈറ്റ്, അങ്ങനെ ഒരു കൂട്ടടിയോട് കൂടിയിട്ടുള്ളൊരു ഗെയിമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് അതിലൊരു പെൺപട വിന്നായി. 3 പേരിലും ഒരാൾക്ക് പെൻഡൻ്റ് ഉള്ളൊരു ചെയിന് കിട്ടി, ബാക്കിയുള്ളവർ ഔട്ട് ഹൗസിലോട്ട് പോയി. അടുത്തത് നമ്മുടെ അഖിൽമാരാറിൻ്റെ ടീമിൽ ഇതേപോലെ ഒരു 3ാമത്തെ ടീം ഇവർക്കൊരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഗ്ലാസ്സിനകത്ത് ബൗള് ഇങ്ങനെ ടേബിളിൽ അത് ബൗൺസ് ചെയ്തിട്ട് ഗ്ലാസ്സിലോട്ട് ഇടണം. അങ്ങനെ അതിലും
ഒരു വിന്നറെ കിട്ടി. അതായിരുന്നു ടാസ്ക്. ലാസ്റ്റായി ഇപ്പോൾ ടാസ്ക് എല്ലാം കഴിഞ്ഞു, ഇതായി. വേറെ ഒന്നും അവരെക്കുറിച്ച് പിന്നെ ഒന്നും ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചില്ല. പിന്നെ നമ്മുടെ പുറത്ത് നിൽക്കുന്ന ബാക്കി 20 ഇയേഴ്സ് കണ്ടസ്റ്റൻറ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ ശരി അവർക്കൊരു അവസരം കൂടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എപ്പിസോഡ് നിർത്തുകയാണ് ചെയ്തത്. ഓക്കെ, ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ അഗ്നി പരീക്ഷാ വിശേഷങ്ങൾ അറിയാൻ കൂടെ തന്നെ കൂടിക്കോളും. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.